ശാരദേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? എടോ എന്നെ ചേട്ടനിപ്പം വരൂടോ, 2-3 വർഷമായില്ലേ പോയിട്ട്. ചേട്ടനാ? നിങ്ങൾക്ക് ഏത് ചേട്ടനായില്ലേ? ഓ, ഗൾഫിലുള്ള മൂത്ത ചേട്ടനായിരിക്കും അല്ലേ? എടോ ആ ചേട്ടനല്ല, എന്റെ കെട്ടുവൻ ചേട്ടനാണ് പ്രഭാകരൻ. ആ പ്രഭാകരൻ അയാള് ജയിലല്ലേ? അതാന്നുണ്ടാ ഞാൻ പറഞ്ഞത്, എന്റെ കെട്ടുവനിപ്പം ജയിലിൽ നിന്ന് വരും. അതാ ഞാൻ ഈ വഴിയിലൂടെ കാത്തു നിൽക്കുന്നു. എല്ലാ ശാരദേച്ചി, കെട്ടിയും ജയിലിൽ പോയിട്ട് നിങ്ങൾക്ക് അയാള് വേണം അല്ലേ? എടാ അയാള് എന്റെ സ്നേഹമില്ലാണ്ടിക്കും എനക്ക്. അയാളാന്ന് ജയിലിൽ നിന്ന് അയച്ചോണ്ട പൈസനെ കൂടെ ഒരു പവന്റെ മാല വാങ്ങിയത് ഞാൻ. പിന്നെ എനക്ക് അയാളോട് സ്നേഹമില്ലാണ്ടിക്കുവോ? ഇതിന് നിങ്ങളെ കെട്ടിയ ഗൾഫിലൊന്നല്ലോ, ജയിലിലല്ലേ? അവിടുന്ന് എങ്ങനെ ഇത്രയും പൈസ അയച്ചു തന്നത്? എടാ അയാൾക്ക് നല്ല പരത്തുന്ന പണിയാണ്, അയാൾക്ക് നല്ല ശമ്പളം ഉണ്ട്. പരത്തുന്ന പണിയാ? എന്തിന്ന് പരത്തുന്നത്? ചപ്പാത്തി പരത്തുന്ന പണിയാണ്. നീ കേട്ടിട്ടില്ല ജയിലിൽ ചപ്പാത്തി പരത്തുന്നത്? ആ പണിയാണ്. അല്ല ശാരദേച്ചി, നിങ്ങളെ കെട്ടിയവൻ എന്തിനാ ജയിലിൽ പോയത്? എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. കുറെ കാലയില് സംഭവം നടന്നിട്ട്. അല്ല, എന്തിനാ ജയിലിൽ പോയത്? മാനർച്ചി തിന്നനി, മാനെ കൊന്നിട്ട് മാനർച്ചി തിന്നനി. അതാണ് അയാൾ ജയിലിൽ പോയത്, കള്ളുടിക്കാൻ വേണ്ടിട്ട്. ഞാൻ പോന്നിട്ടാ. നിങ്ങളെ ജയിൽ പുള്ളിയായ ഒരു ഭർത്താവും. അതാ കെട്ടാൻ വന്നൂടെ? ഓ വന്നിട്ടാ? അതെ, ഞാനൊന്ന് പറഞ്ഞായിട്ട് പറയണ്ടേ, ഞാൻ പോവാ. പെട്ടെന്ന് വാ മനുഷ്യ, ഞാൻ എത്ര സമയമായി കാത്തു നിൽക്കുന്നു. അത് പിന്നെ സിനിമയില് നായകൻ ഇങ്ങനെ വരും, സ്ലോ മോഷൻ ആയിട്ടായിരിക്കില്ലേ വരില്ലേ? ഇതുപോലെ ഇങ്ങനെ. ഇപ്പൊ പോയതേ നമ്മളെ അയൽവക്കത്തെ രമേശനല്ലേ? അത് ഓ രമേശൻ തന്നെ, നമ്മളെ അയൽവക്കത്തെ. ഓനെ നിങ്ങൾ മറന്നിട്ടില്ലേ? എടേ, ഓൻ സാക്ഷി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ജയിലിൽ പോയത്. ഓൻ എന്തെങ്കിലും പറഞ്ഞാ നിന്നോട്? പറയാനാ? ഓൻ പാവപ്പാ. നമ്മുടെ നാട്ടില് കൊറേ പൂമാലമാരുണ്ട്, അവരെ കൊണ്ടാ ശല്യം. എടി, ഇതേതാടി ഒരു മാല? നല്ല തിളക്കുണ്ടല്ലോ, കാണുമ്പോ നല്ല സ്വർണം പോലെ ഉണ്ട്. നിങ്ങൾ അച്ഛനെ പശുവിനെ കൊണ്ട് വാങ്ങിയ തന്നെ, എന്റെ വിശ്വാസം വരുന്നില്ലേ? അത് പിന്നെ നീ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായി. ഞാൻ ജയിലിൽ നിന്ന് പണിയെടുത്തിട്ട് നിനക്ക് അയച്ച പൈസ കൊണ്ട് നീ സ്വർണ്ണമാല വാങ്ങിച്ചെന്ന് പറയുമ്പോ ഇതിൽപ്പോ ഒരു സന്തോഷം ഉണ്ടോ? പറ. ഒക്കെ ചേട്ടൻ ജയിലിൽ പോയതിനു ശേഷം ഉണ്ടാക്കിയതാ. ഞാനൊരു ജയിൽ പുള്ളിയാണ്, ജയിലിൽ നിന്ന് നല്ല പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള അഹങ്കാരമൊന്നും നിനക്ക് വേണ്ടാട്ടാ. അല്ല ചേട്ടൻ എപ്പാ പോവാ? എങ്ങോട്ട് പോകുന്ന കാര്യാ നീ പറയുന്നത്? ഓ നിങ്ങൾ ജയിലിലേക്ക് എപ്പാ തിരിച്ചു പോവാന്നാ ചോദിച്ചത്. അത് പിന്നെ ഞാൻ തിരിച്ചു പോകുന്നില്ലാന്ന് നിനക്ക് സന്തോഷായല്ലോ. നീ ഞെട്ടിയില്ലേ? ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ നിനക്ക് സന്തോഷായല്ലോ. നിങ്ങള് മുമ്പില് ഇതിനിടക്ക് വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോയിന്നല്ല. അത് പിന്നെ അത് ഞാൻ 1 മാസത്തെ പരോളിൽ വന്നത് കൊണ്ടാ തിരിച്ചു പോയത്. ഇനി എനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകണ്ട. അതെന്താ? അയ്യോ, അത് പിന്നെ ഞാൻ കള്ളിന്റെ അപ്പുറം തിന്നാൻ വേണ്ടിട്ട് മാനക്കൊന്ന് ഇറച്ചിയാക്കിനല്ലോ. അതിന്റെ ശിക്ഷാവധി 3 വർഷമാണ്. അത് കഴിഞ്ഞു. ഇനി എന്ത് പണിയെടുത്ത് നമ്മൾ ജീവിക്കും മനുഷ്യ? തിരിച്ചു പോകുന്നില്ല. ഇവിടെ എന്ത് പണി എടുക്കുക? ഇവക്ക് എന്താ പറ്റുമോ? ഇത് പ്രാന്തായി പോയാ? ജയിലിലെ പണി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നു. എന്ത് പണി എടുത്ത് ജീവിക്കല്? എടി, എനക്ക് അറിയുന്ന ഒരു പണിയുണ്ട്, ഗുണ്ടാപ്പണി. ആ ഗുണ്ടാപ്പണി എടുത്തിട്ട് നമ്മൾ ജീവിക്കും, അറിയോ? ഗുണ്ടയല്ല നിങ്ങളെ ഗുണ്ട. ഇപ്പൊ ഗുണ്ടകളൊന്നും ആരും പേടിയൊന്നുമില്ല. ഗുണ്ടകളെയൊന്നും ആർക്ക് പേടിയില്ലാന്നാ? അതെന്താ? എന്റെ മനുഷ്യ ഇപ്പൊ എല്ലാരും ഗുണ്ടകളാണ്, നാട്ടിലും എല്ലാം ഗുണ്ടകളാണ്. പിന്നെ നിങ്ങൾ ആരാ പേടിക്കുക? അത് പിന്നെ ഞാൻ ജയിലിൽ പോയ സമയം നോക്കിയിട്ട് മറ്റു ചില നാട്ടുകാരൊക്കെ കയറി ഗുണ്ടയായി. അതാ സംഭവം. ഒരു മനുഷ്യ, ഞാനൊരു കാര്യം പറയാം, നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്ന എന്ത് പണി വേണമെങ്കിലും നീ പറ, അത് ഞാൻ ചെയ്യാം. പിന്നെ ദേഷ്യം തോന്നറ്, നിങ്ങൾ വീണ്ടും ജയിലിലേക്ക് പോ. അത് പിന്നെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ജയിലിലേക്ക് പോയാലൊന്നും നമ്മളെ പിടിച്ച് ജയിലിലിടൂല. നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യണം, എന്നാലേ ജയിലിൽ കിടക്കാൻ പറ്റൂ. ആ പോയ രമേശനെ കണ്ടുവാ, നിങ്ങൾ ഓന്റെ കാര്യത്തിൽ വിളിച്ചോ, എന്നാ ഞങ്ങൾ ജയിലിൽ കയറ്റുമല്ല. അത് ശരിയാ, എനക്കെതിരെ സാക്ഷി പറഞ്ഞവനാ അവൻ. രമേശ. അല്ല മനുഷ്യ, ഇപ്പം കല്ല് തല്ലി വിളിക്കാനല്ല പറഞ്ഞത്. 2 മാസം നമ്മളിവിടെ വീട്ടിൽ നിൽക്ക്. എടാ, സത്യസന്ധനായ രമേശ, ഒന്നിങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. അയാൾക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞതിന് എന്നെ വരട്ടാൻ വിളിക്കുന്നതായിരിക്കോ? ചേട്ടാ മനുഷ്യ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 2 മാസം കഴിഞ്ഞിട്ട് മതി കേട്ടാ. എനിക്കെതിരെ സാക്ഷി പറഞ്ഞ രമേശനല്ലേ? നല്ല മനുഷ്യനാ. ചേട്ടാ, അപ്പൊ ഒന്ന് എന്തുണ്ട് വിശേഷങ്ങള്? ജയിലിൽ എങ്ങനെയുണ്ട്? സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ചേട്ടാ, അത് പിന്നെ എന്റെ ഈ കാലിന്റെ അളവെന്തിനാ ഇപ്പൊ ചേട്ടൻ എടുത്തത്? ഒന്നുമില്ലടാ, നിനക്കൊരു പാന്റ് ഞാൻ സമ്മാനമായിട്ട് തരുന്നുണ്ട്. അതിന് ടൈലർക്ക് അളവ് കൊടുക്കാൻ വേണ്ടി എടുത്തതാ. രമേശ നീ പോയിക്കോ, അയാളൊരു പാന്റ്. പോയിക്കോ രമേശ. എന്നാ ശരി. മനുഷ്യ, നിങ്ങൾ എന്തിനാ എന്റെ കാലിന്റെ അളവിലെടുത്തത്? അയാടി 2 മാസം കഴിഞ്ഞു അവന്റെ കാല് തച്ച് പൊളിച്ചിട്ട് വേണ്ട എനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകാൻ. അപ്പൊ കാല് തല്ലി പൊളിക്കാൻ ചില അളവും കണക്കൊക്കെ ഉണ്ട്, അതിന് അളവെടുത്തതാ. എന്റെ മനുഷ്യ, നിങ്ങളെ ബുദ്ധി അപാരം തന്നെ. അതുകൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് വരുമ്പോഴേ നിനക്ക് ഒരു സ്പെഷ്യൽ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യ സഞ്ചിയിൽ കൊണ്ടുവന്നേ? ഇതൊരു സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ജയിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും. ജയിൽ ചപ്പാത്തിയും ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വന്നു. അകത്തേക്ക് നടക്കടി, നമുക്ക് ഒരുമിച്ചിരുന്ന് തിന്നാം.